ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 പുഴുങ്ങിയ മുട്ടയാണ്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബ്രെഡെല്ലാം ഒന്ന് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ഹാർഡ് രൂപത്തിൽ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അധികം ഹാർഡാവാനും പാടില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആവാനും പാടില്ല. അങ്ങനത്തെ രൂപത്തിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡെല്ലാം ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് വേണ്ടത് സ്ലൈസ്ഡ് ചീസും ടൊമാറ്റോ കെച്ചപ്പും ആണ് കേട്ടോ. ഇനി ഈ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതില്ല. ഇനി ഇതിന് മുകളിലായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ബ്രെഡിൻ്റെ മുകളിൽ 4 പീസ് മുട്ടയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ചീസാണ്. ഇതുപോലെ 4 പീസാക്കിയിട്ടാണ് കേട്ടോ ചീസ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഈ ചീസൊന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചീസ് മെൽട്ടാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചീസൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ ചീസ് മെൽട്ടായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്ന രൂപം. ഇതുപോലെ 4 പീസായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം. നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.